എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയെ കറുപ്പിച്ചെടുക്കുന്നതാണ്. കെമിക്കൽ ഡൈയെ അപേക്ഷിച്ച് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊരു സ്ഥിരമായിട്ടുള്ള നല്ലൊരു റിസൾട്ടുമായിരിക്കും, യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഉണ്ടാവുകയില്ല. അന്നേരം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന മെയിനായിട്ടുള്ള ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് ചേരുവകൾ, നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ് ഇതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂ, അതുപോലെ തന്നെ കറിവേപ്പില, അതിനോടൊപ്പം തന്നെ നമ്മുടെ പനിക്കുറുക്കയും തുളസിയിലയും. ജലദോഷമോ തുമ്മലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. നമ്മുടെ വീടും പറമ്പിൽ മിക്ക വീടുകളിലുമുള്ള ഒരു കാര്യമാണ് ചെമ്പരത്തിപ്പൂവ്. അത് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചെമ്പരത്തിയും ഒക്കെ നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അതുപോലെ മുടി നല്ലപോലെ കറുപ്പാവാനും അതുപോലെ തന്നെ നല്ലപോലെ മുടി തഴച്ച് വളരാനും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനും നമ്മളോടൊരു ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ബദാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കുറുക്കയും ഞവരയിലയുമാണ്. കാരണം നമ്മുടെ തലയിൽ ഇതൊക്കെ വെക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ജലദോഷം, നീർക്കെട്ട് ഒക്കെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 3 ഞവരയിലയോ അല്ലെങ്കിൽ തുളസിയിലയോ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, താരൻ, മുടി കറുപ്പിക്കാൻ മാത്രമല്ല പേനിൻ്റെ ശല്യം, അതിനോടൊപ്പം അങ്ങനെ മുടിയെ സംബന്ധിച്ച് ഉണ്ടാവുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ എല്ലാം കൂടെ വറുത്ത് എടുക്കണം. കയ്യിലിങ്ങനെ ആ ഒരു കറിവേപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വേണം എടുക്കണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതുപോലൊരു കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അത് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചതായിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഞെടുപ്പ്, ആ ഒരു പച്ച കളർ വരുന്ന ആ ഒരു സ്ഥലം മാത്രം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെമ്പരത്തിപ്പൂ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ചെമ്പരത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുടി സംരക്ഷണത്തിനായിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം നമുക്കിതുപോലെ എല്ലാ ചെമ്പരത്തിയും നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം പനിക്കുറുക്കിയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയുടെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെമ്പരത്തിയുടെ നീരിനെ നമുക്ക് ഇതുപോലൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ തന്നെ നമുക്കിപ്പോൾ മുമ്പേ പറഞ്ഞുള്ള ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പാക്കുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ താളി പോലുള്ളതൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് മാത്രം തലയിൽ തേച്ചാലും ഒരുപാട് ഗുണങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളിപ്പം ഒരു പാത്രത്തിലോട്ട് ഒരു 2 സ്പൂൺ അളവിൽ ഫ്ലാറ്റ് സീഡാണ് എടുത്തിരിക്കുന്നത്. മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ. അത്രയേറെ ഗുണങ്ങളാണ് ഫ്ലാറ്റ് സീഡ് നമ്മുടെ തലമുടിയിൽ തേക്കുന്ന സമയത്ത്. അത് നമ്മൾ അടപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരിയാണ്, ഉണക്കിയതായിട്ടുള്ളത്. അതും നമുക്ക് പാക്കറ്റുകളിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് വലിയ പൈസയൊന്നും ആവില്ല. അതിൻ്റെ ഒരു 2 സ്പൂൺ അളവിലെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവ രണ്ടും നല്ലപോലെ തിളച്ച് അതൊരു തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അന്നേരം ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 2 തവണയൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര മുടി വളരില്ല എന്ന് പറയുന്നവർക്ക് പോലും നമ്മുടെ മുടി നല്ലപോലെ വളരുകയും ചെയ്യും. നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ തലയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും. അത് നല്ലപോലെ തിളച്ച് ഒന്നും കൂടെ ഒന്ന് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഇത്
വറുത്തിട്ട് നമുക്കൊരു കുപ്പിയിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിതിനെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും പനിക്കൂർക്കയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയുടെ കുഞ്ഞു ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കണം. അതവിടെ പൊടിച്ചിട്ട് അതിനൊന്ന് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. ഈ ഒരു പൗഡറിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെല്ലിക്കാപ്പൊടി 1 അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തവരാണെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നീലാംബരിയുടെ പൊടിയും ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടാത്ത രീതിയിൽ വേണം. അന്നേരം ഈ ഒരു പൗഡറിനകത്ത് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ തേക്കാൻ ഏതാണ് എണ്ണ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരെണ്ണ തലയിൽ തേച്ചാൽ നല്ലതാണ്. മുടി നല്ലപോലെ കറുത്ത് വരാനും മുടി നല്ലപോലെ വളർന്നു വരാനും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടായിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ നീരുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ലൂസായി പോവാത്ത രീതിയിൽ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് അത് തലയോട്ടിയിൽ ഇരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. തലപ്പൊടിയിലും തലയോട്ടിയിലും അതുപോലെ ഇരിക്കുന്ന രീതിയിൽ വേണം ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിന് ഒരു രാത്രി മുഴുവനും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലാക്സ് സീഡും നമ്മുടെ ചെമ്പരത്തിയും അതുപോലെ തന്നെ റോസ്മെരിയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് അരിക്കാൻ അത് കറക്റ്റായിട്ട് അത് കിട്ടത്തില്ല. ഇതുപോലെ ഒരു തുണിയിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഒട്ടും തന്നെ ആ ഒരു നീര് വേസ്റ്റ് ആവാത്ത രീതിയിൽ നമുക്കിതിനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അന്നേരം നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അത് വലിയ പൈസയൊന്നും ആവത്തില്ല. നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരെണ്ണം കൂടെ ഇതിൽ 1 2 നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ തലമുടിയിൽ തേച്ചിട്ട് തലയോട്ടിയിലും തലമുടിയിലും തേച്ചതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് നമ്മുടെ തലയോട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അങ്ങനെ നമ്മുടെ കൈകൊണ്ട് തന്നെ തലമുടി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ തലമുടിയിൽ ഉണ്ടാകും. അന്നേരം ഇതിങ്ങനെ നമ്മുടെ തലമുടി തേച്ച് കൊടുത്തിട്ട് ഒരു 1/2-3/4 മണിക്കൂറിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ അത് കഴുകി കളയുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. മുടിയിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും താരൻ, ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ തുടങ്ങി മുടിയുടെ തുമ്പ് പൊട്ടിപ്പോകുന്ന അവസ്ഥ, മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥയ്ക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം തന്നെയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ ഹെയർ ഡേ കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട്. അന്നേരം ഇതിനെ ഒന്ന് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ആ ഒരു ടൈറ്റായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം കിട്ടാനും വേണ്ടി നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തൈരോ അതുമല്ലെങ്കിൽ സാധാ വെള്ളമാണെങ്കിൽ അതും ഉപയോഗിക്കാം. മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ആ ഒരു ടൈറ്റായിട്ടിരിക്കുന്നതിന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാം. ഒരുപാട് ലൂസായി പോകരുത്. നമ്മുടെ തലമുടി തേക്കുന്ന സമയത്ത് അത് അതുപോലെ ഇരിക്കണം. ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിത് തലമുടി തേച്ച് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മേലെ വെച്ചതിന് ശേഷം നല്ലപോലെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം 2 ദിവസത്തിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചെമ്പരത്തി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹെയർ ഡേയും അതുപോലെ തന്നെ താളി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മൾ സാധാരണ ചെമ്പരത്തി മാത്രമല്ല അതിൽ ചേർത്തിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവ രണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലപോലെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. കാരണം ഇതൊന്നും ഉപയോഗിച്ചിട്ടും നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള റീസൺ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.